നമസ്കാരം. മുക്കൂട്ടുതറ കൊല്ലമുള ചാത്തന്തറ വെച്ചൂച്ചിറ മടത്തുംചാൽ എന്ന് പറഞ്ഞ റോഡുണ്ട്. ഈ റോഡിനെ പറ്റി ഞാൻ പലതവണ വാർത്ത കേട്ടിട്ടുണ്ട്. അവിടുത്തെ കലുങ്ങിനെ പറ്റി, അവിടുത്തെ ഒരു പാലത്തിനെ പറ്റിയൊക്കെ വാർത്ത ഒത്തിരി വളരെയേറെ നമ്മൾ സംഭവമാണ്. ഇതിങ്ങനെ ഈ വാർത്ത കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നതാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന റോഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ആ റോഡിൽ നമുക്കറിയാവുന്നതാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും പിന്നെ ജനഗണമന ന്യൂസ് ടീമും ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട്, അവിടുത്തെ നമ്മുടെ ഷാഡോ റിപ്പോർട്ടർ അടക്കമുള്ള എല്ലാവരും വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ പാലത്തിൻ്റെ, കൊല്ലമുള പാലത്തിൻ്റെ പണി തീർന്നത്. ആ പാലം ഈ മടത്തുംചാൽ റോഡ് BMBC റോഡ് ടാറിംഗ് ആണെന്ന് ഓർത്തോണം. ആദ്യം അത് ചെയ്യുന്നത് രാജീവ് മാത്യു ആൻഡ് സൺസ് എന്നുള്ള കമ്പനിയാണ് ചെയ്യുന്നത്. അവർ പാലാക്കാരാണ്. കുഴപ്പമില്ല, പാലാക്കാർ നല്ല അച്ചായന്മാരാണെന്ന് കേട്ടിട്ടുള്ളത്. പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്. ഞാൻ അതിനെപ്പറ്റി പിന്നീട് വാർത്ത ചെയ്യാം. അവർ അവിടെ ചെയ്ത് ടണലുകൾ പോലെ രണ്ട് സാധനം അവിടെ ഇട്ടു കേട്ടോ. അതിട്ടിട്ട് ഈ കൊല്ലമുള പാലത്തിൻ്റെ അടിയിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ചെളിയും വെള്ളവും അല്ലെങ്കിൽ ചപ്പയോറും എല്ലാം കൂടെ നിറഞ്ഞിട്ട് അത് ബ്ലോക്കായിപ്പോയി. അങ്ങനെ കൊല്ലമുള പട്ടണമെന്ന് പറയാനൊന്നുമില്ല, ഒരു ഗ്രാമപ്രദേശത്തെ ഒരു ചെറിയൊരു കവല, അത് മുഴുവൻ വെള്ളത്തിനടിയിൽ പോയി. പല ആൾക്കാരുടെയും ഉപജീവനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഓർത്തോണം, അവിടെ പല കടകളും പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടായി. എന്നാന്ന് വെച്ചാൽ ഈ ഒരൊറ്റ പല വെള്ളപ്പൊക്കങ്ങൾ നമുക്കറിയാം. നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഞാൻ പ്രേക്ഷകരോട് പറയേണ്ട കാര്യമില്ല. അങ്ങനെ അത് നശിച്ച് നാറാണക്കിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ കോട്ടയിൽ ജോയി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നല്ലൊരു പാലം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. പൊതുമരാമത്തിലും അങ്ങനെ കൊടുക്കുകയുണ്ടായി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ പാലം നിർമ്മാണം നടന്നു, വളരെ ഗംഭീരമായിട്ട് നടന്നു. ഇപ്പോൾ അതുവഴി വണ്ടി പോകുന്നുമുണ്ട്. അക്കാര്യത്തിൽ ജോയി ചേട്ടനെ അഭിനന്ദിച്ചേ മതിയാകത്തുള്ളൂ. ഇപ്പോൾ വളരെ വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത്. പിന്നെ ഈ റോഡിൻ്റെ നിർമ്മാണം തുടങ്ങിയ കാലം മുതൽ ഉണ്ടായ ഒത്തിരി, എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടില്ല, നമ്മൾ ഈ ജൂനിയർ മാണ്ഡ്രയ്ക്ക് എന്ന് പറഞ്ഞ ഈ റോഡിൻ്റെ കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ രാജീവ് മാത്യു ഇതിനകത്ത് നിന്ന് പിൻവലിയുന്നു. ഈ ആദ്യത്തെ കരാറുകാർ ഇപ്പോൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ബെഗോറ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ വളവുതിരുകൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യകാലം മുതൽ ഭയങ്കര പ്രശ്നങ്ങളും വഴക്കുകളും വിഷയങ്ങളുമാണ് ഈ റോഡിന്. ഇപ്പോൾ പുതിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ആ റോഡിൽ നിങ്ങൾ കാണണം, ഞാൻ വന്ന വഴിക്ക് കണ്ടൊരു സംഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നുള്ളത്. ആ റോഡിൽ ഞാൻ മുക്കൂട്ടുതറ നിന്ന് എൻ്റെ ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴി ഞാൻ കണ്ടൊരു സംഭവം ഞാൻ പറയാം. അവിടെ മുക്കൂട്ടുതറയ്ക്കും കൊല്ലമുളയ്ക്കും ഇടയ്ക്ക് ഒരു ഓടയുണ്ട്. ആ ഓട നിർമ്മിച്ചുകൊണ്ടിരിക്കുക ഈ ബെഗോറ കൺസ്ട്രക്ഷൻസ്. അപ്പം ആ ഓട പണിതിട്ട് 2 മണിക്കൂറിന് ആ സാധനം ഒടിഞ്ഞു തൂങ്ങിപ്പോവുക. നമ്മുടെ ഓട ഉണ്ടാക്കുന്ന C ഷേപ്പിലായിരിക്കണം അതിൻ്റെ ഈ കമ്പി കെട്ടുന്നത്. അതങ്ങനെ അവർ ചെയ്തിട്ടില്ല. ചുമ്മാ തട്ടിക്കൂട്ടി കുറേ പരിപാടികൾ. അത് രായ്ക്ക് രായ്മാനം കടത്തിക്കളഞ്ഞു. അതായത് ഇന്ന് തീയതി എത്ര? ഇന്ന് 4-ാം തീയതി. അപ്പം ഇന്നലെ ആണ് ഈ സാധനം പൊളിഞ്ഞു പോകുന്നത്. ഉണ്ടാക്കിയിട്ട് ഇത് ആർക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്? ബെഗോറയോട് തന്നെയാണ് ചോദിക്കുന്നത്. എന്തായാലും നാട്ടുകാരും അല്ലെങ്കിൽ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ പൊതുസമൂഹം അറിയാതിരിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി തന്നെ അവർ അവിടുന്ന് മുക്കി അത് മുഴുവൻ വാരിക്കൊണ്ട് പോയി. എന്നിട്ട് കള്ളമല്ലാതായി വരാം.